നമസ്കാരം, മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ നടക്കുന്ന പൊങ്കാലയ്ക്കായി ഭക്തർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിത്തുടങ്ങി. പല സ്ഥലങ്ങളിലായി പൊങ്കാലയർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി 8 മണി വരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. പൊങ്കാല ദിവസം രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരും. തുടർന്ന് തലസ്ഥാന നഗരി ഒരു യജ്ഞശാലയായി മാറും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം നടത്തുന്നത്. താലപ്പൊലി, വിളക്കുകെട്ട്, പുറത്തെഴുന്നള്ളത്ത്, തട്ടനിവേദ്യം എന്നിവയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ. അന്ന് വൈകിട്ട് 7:30 കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നവർക്കുള്ള ചൂരൽകുത്ത് നടക്കും. രാത്രി 11 മണിക്ക് ദേവിയെ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. അടുത്ത ദിവസം രാവിലെ 8 മണിയോടെ എഴുന്നള്ളത്ത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. തിങ്കളാഴ്ച രാത്രി 9:45 കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുന്നത്. പുലർച്ചെ 12:30 നടത്തുന്ന ഗുരുതി തർപ്പണത്തോടെ ആറ്റുകാൽ ഉത്സവം സമാപനം കുറിക്കും. പൊങ്കാല സമർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാലയ്ക്ക് വേണ്ടി വ്രതം നോക്കിയാണ് സ്ത്രീകൾ എത്തുന്നത്. മാംസാഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ച് ക്ഷേത്ര ദർശനവും നടത്തിയാണ് സ്ത്രീകൾ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യമെന്നാണ് വിശ്വാസം. തന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് ജനങ്ങൾ പൊങ്കാല നൽകി കണ്ണകിയെ എതിരേറ്റുവെന്നാണ് പറയുന്നത്. അതിന്റെ ഓർമ്മയ്ക്കായാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലിക വന്ന ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു കാരണവർ. തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ അരുളി: നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. പിറ്റേന്ന് അവിടെ കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം. വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം, അസി, ഫലകം, കങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീഭദ്രകാളിയെ വടക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ദാരികവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുലപറിച്ചെറിഞ്ഞു തന്റെ നേത്രാഗ്നിയിൽ മധുരാ നഗരത്തെ ചുട്ടരിച്ച വീരനായിക കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചുവെന്നാണ് ഐതിഹ്യം. കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നുവെന്നും ഒരു സങ്കല്പമുണ്ട്. പൊങ്കാലയ്ക്ക് കൃത്യമായ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ആവശ്യമാണ്. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതമെടുക്കണം. ദിവസവും 2 നേരം കുളിക്കണം. മത്സ്യം, മുട്ട, മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൂടാതെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി സൂക്ഷിക്കണം. പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണാൻ സാധിക്കുന്നത്. ഭൂമി പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശം, വായു, ജലം, അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യമെന്നാണ് വിശ്വസിക്കുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് വിശ്വാസം. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ച സൂര്യൻ അഭിമുഖമായി നിന്ന് വേണം പൊങ്കാല തയ്യാറാക്കാൻ. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം.
സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത്. ക്ഷേത്രത്തിനു മുൻപിലുള്ള പണ്ടാരടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. കാലമേ ചിന്തിച്ച നേരം ഏതോരാനന്ദം ഏറ്റുവാങ്ങുന്നെന്റെ കുഞ്ഞു മനസ്സ് എന്തു സുഖമെനിക്ക്. അമ്മയെ ചിന്തിച്ചു ചിന്തിച്ചു വാണാൽ അമ്മയായി തീർന്നിടും. എന്തു ചിന്തിച്ചാലും ചിന്ത പോൽ നീ നിൻ ബന്ധുവാകും ശത്രുവും. പൂവാണ് സ്വന്തം തലയിലെന്നാകിൽ പൂവ് പൂവെന്നു ചൊല്ലും. പുല്ലാണ് സ്വന്തം തലയിലെന്നാകിൽ പുല്ല് പുല്ലെന്നു ചൊല്ലും. സത്യമാണമ്മ പറഞ്ഞവയെല്ലാം സത്യമേ ചൊല്ലിടാവൂ. സത്യം തലയിൽ നിറയുമ്പോൾ ചൊല്ലുന്നതൊക്കെയും സത്യമാവും. സത്യസ്വരൂപമാണാറ്റുകാലമ്മ, സത്യം ശിവം സുന്ദരം. സത്യത്തിൽ നിന്നവളുണ്ടായി സത്യത്തിൽ വാഴുന്ന സത്യരൂപം. പൂ പോലെയാണമ്മ, പൂ പോൽ മനസ്സ്, പൂ പോലെയാണ്
അറിയാൻ ഏറെ സന്തോഷമുണ്ട്. എല്ലാ ചരിത്രവും ചൊല്ലുകിൽ കേൾക്കാം, എല്ലാം അറിയട്ടെ ഞാൻ. ആറ്റുകാലമ്മയെ കേൾക്കുവാനായാൽ ഏറ്റവും സുഹൃതമയം. ആ തിരുനാമങ്ങൾ ചൊല്ലിയാൽ വീട്ടിൽ